ഹായ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ ചാനലിൽ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ട്രാവലും അതേപോലെ റെസിപ്പിയും അല്ലാത്ത ഒരു വീഡിയോ, അതായത് ഒരു പ്ലാന്റ് ഹണ്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചാണോ? അത് അപ്രതീക്ഷിതമായിട്ട് അത്യാവശ്യം നല്ലൊരു കയറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ബാക്കിലൊരു ലിങ്ക് ആർക്കും ഷെയർ ചെയ്യുകയൊന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി വീഡിയോ കയറിപ്പോയി. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു, ഈ ചെടികൾ സെയിലിനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു താത്ത കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ സെയിലില്ല, നമ്മൾ കൊറിയർ ചാർജ് കൊടുക്കുകയാണെങ്കിൽ കൊറിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് വലിയ മുടക്കില്ലല്ലോ, നമ്മളെ പ്രോപ്പർട്ടീൻ്റെ പൈൽട്രീവിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരുപാട് ചെടിയാണ് ചോദിച്ചത്. അപ്പോൾ അത് ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് അഡ്രസ്സൊക്കെ തന്ന് അവർക്ക് കുറച്ച് പ്ലാനൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവരൊക്കെ പൈസ വാങ്ങാത്തതുകൊണ്ട് അവരെന്ന് താത്താൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ട് താത്ത കുറച്ച് പ്ലാന്റ് തിരിച്ച് ഇങ്ങോട്ട് അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തരുന്നു. അപ്പോൾ അത് DCൻ്റെ ഒരു കോൾ വന്നിരുന്നു, പ്ലാന്റ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് അൺബോക്സ് ചെയ്യണം. കാരണം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് നോക്കി ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണം. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പ്ലാന്റിൻ്റെ വീഡിയോ ഇനി വേണമെങ്കിൽ അത് ഇനി ഇടാൻ നമ്മൾ റെഡിയാണ്. കാരണം അങ്ങനത്തെ ഒരുപാട് സ്പോട്ടുകൾ നമുക്കറിയാമല്ലോ, കാരണം നമ്മളിങ്ങനെ തെണ്ടി എടുക്കുന്ന ആളല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് കൊറിയർ എടുത്ത് വന്നിട്ട് പൊട്ടിക്കാം. കൊണ്ടുവരാൻ പോകണം ആദ്യം. നമ്മൾ കടയിലാണ് കടയിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ സാധനം DTGസിന്ന് കിട്ടി, നമ്മളിതാ വീട്ടിലെത്തി. അപ്പം നമുക്ക് ഈ സാധനം ഇനി ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം. ഇതിൽ എന്തൊക്കെയുള്ള അറിയില്ല, നമുക്ക് വല്ല അൺബോക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ നോക്കാം. നമ്മൾ പേരും അഡ്രസ്സൊക്കെ ഉസാറാക്കി എഴുതിയിട്ടുണ്ട്. നല്ല അടിപൊളി പാക്കിങ്ങും. ആ ഒരു ബോക്സിൻ്റെ അകത്ത് 2-3 പൊതികളായിട്ടാണ് സാധനം. അടിപൊളി, കുഴപ്പം കേടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പാക്കിംഗ് ആണ്. നമുക്ക് ആദ്യം ഈ ഒരു പൊതി അയച്ചു വെക്കാം, ചെറിയ പൊതി. വാവ്, ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സാ തോന്നുന്നുണ്ട്. ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് രീതിയിലുള്ളത്. അതൊക്കെ കിടിലൻ വെറൈറ്റി സാധനങ്ങളാട്ടോ. നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ച് കൊടുത്ത ചെടിക്ക് പകരം വന്ന ചെടികൾ, നല്ല ഹൈ ക്ലാസ് സാധനങ്ങൾ. അടുത്ത് നോക്കാം. നല്ല വേരൊക്കെ കാണുന്നുണ്ട്, നല്ല വേര് കൊടുത്ത് പിഴുത് പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അടിപൊളി അടിപൊളി. അഗ്ലോണിമയുള്ളതൊക്കെ, അത് നല്ല വലിയ വലിയ പീസ്. 1 2 3, ഇതിൻ്റെ 2 വരട്ടുണ്ട്. 4, 5 വെറൈറ്റി അഗ്ലോണിമ. പടച്ച തമ്പുരാനെ, ഇതൊക്കെ നഴ്സറിയിൽ
400, 500, 600, 700 പറഞ്ഞു വെക്കണ ചെടികളാണ്. ഇതന്നെ 10,000-2000 റുപ്യേൻ്റെ മുതലായി. ഇനി ഒരു പാക്കറ്റും കൂടി ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. ഇതും അത്യാവശ്യം നല്ല റേറ്റ് കൂടിയ ചെടിയാണല്ലോ. ഇൻഡോർ ഔട്ട്ഡോർ ഇൻഡോറൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ്. കലേഡിയാണ് തോന്നുന്നുണ്ട്. ഇത് 2 ഐറ്റാണ്, ഇത് 2 എണ്ണം. ഇതൊന്ന്, ഇതാ വേറൊരു ഐറ്റം. ഇത് മാറ്റണ്ട്, ഇതും മാറ്റണ്ട്. ഇത് വേറെ ഒരു വെറൈറ്റി. ഇതാ അതിൻ്റെ വേറൊരു വെറൈറ്റി. ഇതാ അതിൻ്റെ പിന്നെ വേറൊരു വെറൈറ്റി. ഇതും. അപ്പോൾ ഇത് 1, 2, 3, 4, 5, 6 ഐറ്റം. ഈ ഒരു സാധനം, ഇത്രയും ചെടികൾ നമ്മളെ തൊടിയിൽ നിന്ന് പറിച്ചു കൊടുത്ത ചെടിക്ക് പകരമായിട്ട് അയച്ചതാണ്. അതും ഹൈ ക്വാളിറ്റി, ഹൈ ക്ലാസ് സാധനങ്ങൾ, അത് അടിപൊളി പാക്കിങ്ങിൽ. എന്തായാലും ഇങ്ങനെയൊക്കെ ആയത്. എന്തായാലും ഇത്താത്താക്ക് ഇതിൻ്റെ ചെറിയൊരു ബിസിനസ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്താത്താനെ ഞങ്ങളെല്ലാവരും സഹായിക്കണം. ഇത്താത്താനോട് ചോദിച്ചിട്ട് ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതൊക്കെ കണ്ടതിൽ കുട്ടികളുണ്ടാവുന്നുണ്ട്, ഇത്താത്താനോട് ചോദിച്ചിട്ട് ഇത്താത്താൻ്റെ ഡീറ്റെയിൽസ് മൂപ്പത്തിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഈ മൂപ്പത്തിക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതൊക്കെ കൂടി പ്ലാൻ ചെയ്യാൻ ഞാനിപ്പോൾ ഇനി മണ്ണും ചട്ടി ഉണ്ടാക്കണം. അതേതായാലും ഇനി പ്ലാൻ ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം നമ്മളെ ജാസ്മി താത്ത അയച്ച ചെടി ഇതാ 1 ഒക്കെ പ്ലാൻ ചെയ്തിട്ടോ ചട്ടിയിൽ. ഇത് 2ാമത്തെ ഒരു ഐറ്റം, 3ാമത്തെ ഒരു ഐറ്റം, 4ാമത്തേത് ഈ ഒരു ഫുള്ള് വൈറ്റ് വരുന്ന ഒരൈറ്റം, ഇതിങ്ങനെ ഒരു ലൈന് വരുന്ന ഒരൈറ്റം, ഇതിങ്ങനെ നടുവിൽ വൈറ്റും മറ്റും സൈഡിലൊരു ഗ്രീനും വരുന്ന ഒരു ഐറ്റം. പിന്നെ ഇതാ നല്ല അടിപൊളി അഗ്ലോണിമ. പിന്നെ ഇതാ 2ാമത്തെ ഒരു അഗ്ലോണിമ. ഇതാ 3ാമത്തെ അഗ്ലോണിമ, 4ാമത്തെ ഒരു അഗ്ലോണിമ. പിന്നെ 2 അഗ്ലോണിമ ഇതാ പ്ലാന്റ് ചെയ്തില്ല, അതിന് ചട്ടി തികഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇത്താത്തൊരു 2 or 3 ചെടിയൊക്കെ എനിക്ക് അയക്കുള്ളൂ എന്ന് എഴുതിയിട്ട് ഞാനൊരു 10 ചട്ടി വാങ്ങിയിരുന്നു. ഇവിടെ ഉള്ള കുറച്ച് ചെടികൾ റീപ്ലാന്റ് ചെയ്യാനും റീപോർട്ട് ചെയ്യാനൊക്കെ കണ്ടിട്ട്. ഇത് അതേപോലെ ഒരു ഹാങ്ങിങ് ആണ്. അതേപോലെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ, ഒക്കെ അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യും. അതേപോലെ വേറൊരു ഹാങ്ങിങ് പ്ലാന്റ് പിന്നെയുണ്ട്. അപ്പോൾ 2-3 എണ്ണത്തിന് ഇതേപോലെ സ്ഥലം കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. ചെടി ഇതിപ്പോൾ ഒക്കെ പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ വെച്ചതാണ്. അതേപോലെ ഞാൻ ചെയ്ത സമയത്ത് ഇത് ഇത്താത്ത അയച്ചാണ് ഈ ചെടി. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ചെറിയ കിട്ടുന്നതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കവറിൽ വെച്ചത് ചട്ടിയിലേക്ക് മാറ്റി 2-3 ചെടികൾ. ഈ ഒരു സംഭവം, പിന്നെ ഈ ഒരു സംഭവം, ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും എനിക്കറിയില്ല, ഒക്കെ പഠിച്ചെടുക്കണം. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ് ഇതൊക്കെ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പിന്നീടൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇത്താത്താൻ്റെ അഡ്രസ്സും അതേപോലെ അഡ്രസ്സല്ല വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽസ്, ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ
ഗ്രൂപ്പിലല്ല, സോറി, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പം അത് നോക്കിയിട്ട് ഇത്താത്തഞ്ചേക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യട്ടോ. ഇത് വീടിൻ്റെ മറ്റൊരു ഭാഗമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ ഒരു 2 ടൈപ്പ് അഗ്ലോണിമ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അത്യാവശ്യം നല്ലോണം വലിയതായിട്ടുണ്ട്, മറ്റേത് അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങിയില്ല, ചെറുതാ. പിന്നെ ആ ഭാഗത്ത് കുറച്ച് ചെടികളുണ്ട്.